പടം ഒരു രസം ഉണ്ടായില്ല. അല്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല. നീ ഉറങ്ങിയില്ലടാ? കണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി പോകാൻ പോയി. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കണ്ടിരിക്കാൻ പറ്റുമായിരിക്കും. ഇയാൾ ഉറങ്ങിയതല്ലേ? കണ്ടിരിക്കാനൊന്നും പറ്റൂല. ഇടയ്ക്കിടച്ച് ഉറങ്ങിപ്പോവും. അധികം രസമൊന്നുമില്ല. വെറുതെ കുറേ ലാഗും ഉണ്ടായി. അല്ല അധികം ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല. അതധികം നമ്മുടെ ഹോണസ്റ്റായിട്ടല്ലേ പറയണ്ടത്. അധികം രസമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പാട്ടും എല്ലാം ലാഗായിരുന്നു. കാരണം സക്സസ് അധികം ചെറുതായിട്ട് ആവറേജ്. പാട്ട് രസം ഉണ്ടായില്ല. ഒന്നും പറയല്ല, ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി. പറയാനുള്ളത് കുഴപ്പമില്ലായിരുന്നു. ലാലേട്ടൻ ഇടയ്ക്ക് മുട്ടച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. എനിക്കറിയാം ഭയങ്കര ലാക്കാണ്. ഒരു സീൻ വരുമ്പോ അപ്പൊ തന്നെ ഫോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പൊ തന്നെ ഒരു BGM ഉണ്ടാവും. ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കറിയാൻ പാടില്ല. ഇഷ്ടപ്പെടുമായിരിക്കും. കൊള്ളൂല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല മൊത്തത്തിൽ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചിരുത്തലാണ് ഡയറക്ഷൻ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ പിടിച്ചിരുത്തുന്നില്ല. ഡയറക്ഷൻ വളരെ മോശമാണ്. ആകെ ഈ പടത്തിൽ എടുത്തു പറയാൻ 3D എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തല്ലിപ്പൊളി. ഒന്നും കൊള്ളില്ല പടം. ഇത് പറയുന്നത് പിള്ളേരെ പടം പറയുന്നത്. എന്ത് പിള്ളേരെ പടം? പിള്ളേർക്കും കൊള്ളില്ലത്, വലിയ ആളുകൾക്കും കൊള്ളില്ല. പറയുന്ന അങ്ങനെയാണ്. പിള്ളേരെ പടം അത് ഒരു പിള്ളേർക്കും കൊള്ളില്ല. വളരെ മോശമായ ഡയറക്ഷനാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷനാണ്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നമ്മൾ എന്താ പറയുക, ലാലേട്ടൻ മമ്മൂക്ക ഇതാണ് നമ്മളെ മെയിൻ. ബാക്കിയുള്ള എല്ലാ നടന്മാരുടെ പടം കാണുമെങ്കിലും നമ്മളിത് ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. പക്ഷേ നമ്മളെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല. വളരെ എൻ്റെ 250 പേര് സങ്കടത്തിലാണ് ഞാൻ ഇറങ്ങിയിരുന്നത്. വളരെ എൻ്റെ തമ്പുരാനെ എന്ന് ഞാനും പറയേണ്ടി വരും. മോഹൻലാൽ പറയുന്നുണ്ട് എൻ്റെ തമ്പുരാനെ എന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ. നമ്മളെ പൈസ പോയി ലാലേട്ടാന്ന് പറയേണ്ടി വരും. സത്യം ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. ആ പ്രതീക്ഷയൊക്കെ ഒത്തു വരുന്നില്ല. സംവിധാനം, ലാലേട്ടൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ നമ്മളെ പിടിച്ചിരുത്തണ്ടേ, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ. ഇതോടെ മോഹൻലാൽ ഇനിയൊരു പടം ഡയറക്ഷൻ ചെയ്യില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഈ പടം ഓടുകയില്ല. അത്രക്കും പൊട്ട പടമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് 2.5 മണിക്കൂർ ഇരിക്കൂലേ, അങ്ങനെ ഇരുന്നതാണ്. വളരെ മോശം. സിനിമേൻ്റെ 3D കണ്ണാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് സിനിമ സൂപ്പർ തന്നെ പറയാം. അപ്പോൾ കണ്ണാടിൻ്റെ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കണ്ണാടിൻ്റെ എഫക്റ്റ് 100% ഉണ്ട്. കണ്ണാടി വെച്ചാൽ നമുക്ക് അതിൻ്റെ നല്ല നമ്മൾ മുഖത്തേക്ക് അടിക്കുന്ന രീതിയാണ് കണ്ണാടി വെച്ചിട്ടുള്ള എഫക്റ്റ്. കണ്ണാടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ വെറും പ്ലേ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. നോർമൽ ഒരു എന്തോ ഒരു തടഞ്ഞ രീതിയിലാണ് കണ്ണാടി വെക്കാത്ത രീതിയിലുള്ള അതിൻ്റെ എഫക്റ്റ്. അതുപോലെ തന്നെ ലാലേട്ട് കുറേ വർഷങ്ങളായിട്ട് ഇത് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റും. കുട്ടികളെല്ലാവരും കാണേണ്ട സിനിമയാണ് ബറോസ് സിനിമ. കുട്ടികൾക്ക് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സിനിമയിൽ നമുക്ക് തന്നെ ഒരു നല്ലൊരു മെസ്സേജാണ് ഈ സിനിമയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു അച്ഛൻ മോളായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അത്രയും നല്ല സിനിമയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ് ബറോസ് സിനിമ. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയാണ്. നമുക്ക് അറിയും ഇത് ക്ലാരിറ്റി. പിന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പറയാം. ബറോസ് സിനിമ തകർത്താടി തിമിർത്താടി ആറാടി. അപ്പോൾ സൂപ്പർ ഹിറ്റിലേക്ക് മാറും സിനിമ. പടം ഞാൻ ഫസ്റ്റ് ഷോ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഫാൻസിൻ്റെ കൂടെ കാണാൻ വേണ്ടി ഞാൻ ബോംബെയിൽ നിന്ന് വന്നതാണ്. എനിക്ക് ഭയങ്കര ഫാൻറ്റസി ആയിട്ട് തോന്നി. കിഡ്സിൻ്റെ ഒരു മൂവി ആയിട്ട് തോന്നി. മുത്തശ്ശി കഥ പറയുന്ന പോലെ ഇരുന്നു. ഭയങ്കര ഒരു വേറെ അറ്റംപ്റ്റ് ആയിരുന്നു. 3D to 3D ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരുമല്ലോ, 2D to 3D ആക്കാതെ. അത് ഭയങ്കര ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി. ഹൈ ക്വാളിറ്റിയാണ്. ആ വൂഡു ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ എൻഡിൽ ഒരു നല്ല സർപ്രൈസ് ഉണ്ട്. അതൊരു തിയേറ്ററിൽ ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കിയതായിരുന്നു. എന്നിട്ട് ഓവറോൾ കണക്ട് ചെയ്തു, മൂവി നല്ലപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആവുന്നതും എൻഡ് ആവുന്നതും ആ കണക്ഷൻ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റിന് ന്യായം എത്ര കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വേറെ അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആഫ്റ്റർ 40 years 3Dയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. എനിക്ക് പടമൊക്കെ ഇഷ്ടമായിട്ടോ. ലാലേട്ടൻ എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. ലാലേട്ടന് ഡയറക്ഷന് ഇവിടെ എല്ലാവരും അധികം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ എന്നുവെച്ചാൽ ഞാനങ്ങനെ ആ പടത്തിനെ കുറിച്ച് കൂടുതൽ ഇതൊന്നും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ഞാനൊരു പടം കാണാൻ വന്നു, അത്രേ ഉള്ളൂ. അതാണ്ട് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. എനിക്ക് ആ കുട്ടിയുടെ അഭിനയം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇസബെല്ലയായിട്ട്. പിന്നെ എനിക്ക് പോർച്ചുഗീസുകാരുടെ കാലഘട്ടമൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ട്, പിന്നെ അവരുടെ ആ മന്ത്രവാദി കഥകളും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചിത്രകഥ വായിച്ചു പോകും പോലെ. എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഒരു ചിത്രകഥ വായിച്ചു ഏഴാം കടലിനക്കരെയൊക്കെ പോണ പോലത്തെ ഒരു ഫീലിംഗ്. ഒരു ആക്ടായിട്ടായിരുന്നു സിനിമ കാണിച്ചേക്കണേ, ഒരു ഡ്രാമ പോലെ. അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഒരു ആക്ടായിട്ട് കാണിക്കാൻ പറ്റും. സിനിമ അത് നമുക്ക് അത്ര വിവേചിച്ചറിയാനുള്ള ഇതൊന്നുമില്ല. അത്യാവശ്യം സമയം പോകാൻ നല്ല ഇതാണ്. അത്ര നല്ലോണം എൻഗേജിങ് ആയിരുന്നു പടം. മോഹൻലാൽ എങ്ങനെയുണ്ട്? കൊള്ളാതെ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഓ ടു ബി ഇംപ്രൂവ്ഡ്. ഒരു മാജിക്കൽ 3D മൂവിയാണ്. ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെ ഒരു മോഹൻലാലിൻ്റെ ഒരു ഡയറക്ടർഷിപ്പ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ പിള്ളേർക്ക് ടാർഗറ്റഡ് അല്ല, എല്ലാവർക്കും കാണാം. കുറച്ച് ആക്ഷൻ സീൻസും അതും ഇതൊക്കെ ഉണ്ട്. ഓവറോൾ കണ്ടിരിക്കാം. അങ്ങനെ കുറച്ച് ഡ്രാഗിങ് ആണ്, പക്ഷെ അങ്ങനെ ബോറിംഗ് ഒന്നുമല്ല. ഒരു മാജിക്കൽ മൂവിയാണ്. ഡയലോഗ്സൊക്കെ എന്തോ ഒരു ഭയങ്കര നാടകീയതയാണ് ഫുള്ള്. ഭയങ്കര ക്രിഞ്ചാണ് ഡയലോഗ്സൊക്കെ. ഓരോ കാര്യങ്ങൾ പുള്ളി പറയുമ്പോഴാണെങ്കിലും എടുക്കുമ്പോൾ. പക്ഷേ വിഷ്വലി നല്ല രീതിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മോശം പറയല്ല. പക്ഷേങ്കിൽ ലാലേട്ടൻ്റെ പുള്ളി പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. പിന്നെ പിള്ളേർക്കുള്ള പടമാണ്. പക്ഷേ ഓക്കെ, പിള്ളേർക്കുള്ള പടമാണ്. പക്ഷേ ഞാനിപ്പോൾ കണ്ടു ഇവിടെ 2-3 പയ്യന്മാർ, നിങ്ങളല്ലേ എടുത്തേ, 2-3 പയ്യന്മാർ വന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ കുഞ്ഞു പിള്ളേർ. അതാവസ്ഥ. ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ നിരാശയാണ് ഇവിടെ നല്ല രീതിക്ക്.